ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ക്ലീൻ നമ്മുടെ RC കാർ എല്ലാം ഊരി എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓണാക്കി നോക്കിയപ്പോൾ ഓണാകുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ ആവശ്യത്തിൽ നമ്മൾ ഇച്ചിരി കൂടെ ടയറൊക്കെ സൂപ്പറാക്കി വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നൈസായിട്ട് കഴിയപ്പോൾ ഒരു പണിയും കൂടെ കിട്ടി. അതായത് നമ്മുടെ ക്ലീനിങ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതായത് എന്താ പറ്റുന്നത് വെച്ചാൽ കാണിച്ചു തരാം. ഇങ്ങനെ എയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളത്തിട്ട് കഴിയുമ്പോൾ വെള്ളം അതിനകത്തോട്ട് കയറും. അപ്പോഴത്തേക്കും നമുക്കിനി ഇച്ചിരി കൂടെ പണിയാവും. അതായത് നമ്മുടെ ഈ ടയർ എന്ന് പറയുന്നത് 3 പീസാണ്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ബാക്കിൽ ഇങ്ങനെ 3 സ്ക്രൂ കാണും. ആ 3 സ്ക്രൂ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക്, ഇത് ഫ്രണ്ട്, പിന്നെ നടുക്ക്, അങ്ങനത്തെ 3 പീസാണുള്ളത്. അപ്പോൾ ആ 3 പീസും എടുത്ത് ഇച്ചിരി കൂടെ ക്ലീൻ ചെയ്യേണ്ടി വരും. സംഭവം എന്തായാലും നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പ പരിപാടിയാണെങ്കിൽ ജസ്റ്റ് ചുമ്മാ നനഞ്ഞ തുണി വല്ലതും എടുത്ത് തൂത്താൽ മതി, വെള്ളത്തിൽ മുക്കി ചെയ്യരുത്. അപ്പോൾ നമ്മൾ പാർട്സ് എല്ലാം റീഅസംബിൾ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ തന്നെ 4 ടയറിൻ്റെ പാർട്സ് ആയിട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ RC കാർ ഫുള്ള് റീഅസംബിൾ ചെയ്യുകയാണ്. അതുപോലെ നമുക്കൊരു ആൻറ്റിനയും വെക്കണം. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടേക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് സെഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.